ഞാൻ ആണ് ദി കിഡ്സ് ഹെൽപ്പർ കിങ്. ഞാൻ നിങ്ങൾക്ക് കഥകൾ പറഞ്ഞു തരുകയും നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചിരിപ്പിക്കുകയും കളിപ്പിക്കുകയും ചെയ്യും. കുട്ടികളെ, നിങ്ങൾക്കായി എപ്പോഴും കൂട്ടായി നിൽക്കുന്ന സുഹൃത്തും മാർഗദർശിയും ഞാനാണ്, ദി കിഡ്സ് ഹെൽപ്പർ കിങ്. ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു കഥ പറയാം. ഒരു ചെറു ഗ്രാമത്തിൽ ഒരിക്കൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ഓട്ടമത്സരം ഇഷ്ടപ്പെടുന്ന ഒരു നായയും കൗതുകമുള്ള ഒരു പൂച്ചയുമായിരുന്നു. നായ പൂച്ചയോട് ചോദിച്ചു, ഹലോ പൂച്ചേ, ഇന്ന് നമുക്ക് ഓട്ടമത്സരം കളിക്കാൻ പോയാലോ? പൂച്ച പറഞ്ഞു, എനിക്ക് ഓട്ടമത്സരം ഇഷ്ടമാണ്, പക്ഷേ ഞാൻ മരത്തണലിൽ ഇരുന്ന് വിശ്രമിക്കാനാണ് ആഗ്രഹം. നായ പറഞ്ഞു, പക്ഷേ പൂച്ചേ, തോപ്പിൽ പൂമ്പാറ്റകളും പുഷ്പങ്ങളും ചെടികളും ഉണ്ട്. നമുക്ക് ഓടിയും ചാടിയും കളിച്ച് സമയം ചെലവിടാം. പൂച്ച നെയ്യോട് പറഞ്ഞു, എനിക്ക് എല്ലായ്പ്പോഴും ഓടാൻ ഇഷ്ടമല്ല, ഞാൻ ശാന്തമായി ഇരുന്ന് ലോകത്തെ നോക്കാനാണ് എനിക്ക് ഇഷ്ടം. നായക്കും പൂച്ചക്കും ഒരുപോലെയല്ലായിരുന്നു സ്വഭാവം. നായ ഓടിയും ചാടിയും കളിച്ചു സന്തോഷം പങ്കിടാൻ ഇഷ്ടപ്പെട്ടുന്നു. പൂച്ചയ്ക്ക് സമാധാനം, ശാന്തത, വിശ്രമം. അതാണ് പ്രിയം. ആദ്യം അവർ തമ്മിൽ തർക്കിച്ചു. നായ ചോദിച്ചു, നിനക്ക് ഓടിയും ചാടിയും കളിക്കാൻ ഇഷ്ടമല്ലാത്തത് എന്താ? പൂച്ച ചോദിച്ചു, നിനക്ക് എന്നെപ്പോലെ ശാന്തമായി ഇരിക്കുന്നത് ഇഷ്ടമല്ലാത്തത് എന്താ? പക്ഷേ ഉടൻ അവർ ഒരു കാര്യം മനസ്സിലാക്കി. നായ ചോദിച്ചു, പൂച്ചേ, നീ ശാന്തമായി വിശ്രമിക്കുന്നതിൽ നല്ലതാണ്. നീ എന്നെ ശാന്തമായി ഇരിക്കാൻ പഠിപ്പിക്കുന്നു. പൂച്ച തിരിച്ചു ചോദിച്ചു, നായേ, നീ ഓടിച്ചാടി കളിക്കുന്നതും ചിരിപ്പിക്കുന്നതും നല്ലതാണ്. നീ എന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ പഠിപ്പിക്കുന്നു. അങ്ങനെ നായയും പൂച്ചയും ഏറ്റവും നല്ല സുഹൃത്തുക്കളായി. ചിലപ്പോൾ അവർ ഒരുമിച്ച് ഓടിച്ചാടി കളിക്കുകയും ചിലപ്പോൾ മരത്തണലിൽ വിശ്രമിച്ചു. അവർ മനസ്സിലാക്കി, സ്നേഹം ഒരുപോലെ ആയിരിക്കലല്ല, മറിച്ച് പരസ്പരം മനസ്സിലാക്കലാണ്. കുഞ്ഞുങ്ങളെ, ഓർക്കൂ, നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കാം, പക്ഷേ അതാണ് സൗഹൃദത്തെ മനോഹരമാക്കുന്നത്. നിങ്ങൾ ഈ കാര്യം മറക്കരുതേ. നിങ്ങളുടെ കൂട്ടുകാരെയും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. കൂടുതൽ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.